നമസ്കാരം. വ്യാഴാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചതുപോലെ തന്നെ ഹെവി സെല്ലിങ്ങിന് ശേഷം അമേരിക്കൻ മാർക്കറ്റിലും ഉയർന്ന റിക്കവറി കാണാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം ഇൻഡെക്സുകളെല്ലാം 1% മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. ചില എക്കോണമിക് ഡാറ്റകൾ മാർക്കറ്റ് എസ്റ്റിമേഷനുമായി ഇൻലൈൻ ആകാതിരുന്നിട്ടും അമേരിക്കൻ മാർക്കറ്റിൽ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം വന്നത് ബൈ ഓൺ ഡിപ്പ് എന്ന ട്രെൻഡ് മാർക്കറ്റിൽ തുടരുന്നു എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ GDP ഗ്രോത്ത് ഡേറ്റ പുറത്തു വന്നിരുന്നു. 5.2% ആനുവലൈസ്ഡ് ഗ്രോത്താണ് മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തത്. പക്ഷേ 4.9% ആനുവലൈസ്ഡ് ഗ്രോത്ത് മാത്രമേ റിപ്പോർട്ടായിട്ടുള്ളൂ. അതുകൂടാതെ ജോബ്ലെസ് ക്ലെയിംസിൽ 2,15,000 ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം പ്രതീക്ഷിച്ചെടുത്ത് 2,05,000 ഇനിഷ്യൽ ജോബ് ക്ലെയിംസ് ആണ് വന്നത്. എന്നിട്ടും മാർക്കറ്റ് മികച്ച രീതിയിൽ പെർഫോം ചെയ്യുകയും ഇൻഡെക്സ് 1% മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് രാത്രിയോടുകൂടി അമേരിക്കയുടെ PCE ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരും. ഈ PCE ഇൻഫ്ലേഷൻ ഡാറ്റ ഒക്ടോബർ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 0.1% ഇടിയുമെന്നും കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2.9% ഇടിയുമെന്നുമാണ് മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. കോർ PCE ഇൻഫ്ലേഷൻ 3.4%-നടുത്തേക്ക് ചുരുങ്ങുമെന്നുള്ള പ്രതീക്ഷയാണ് മാർക്കറ്റിനുള്ളത്. ഇന്നും അമേരിക്കൻ മാർക്കറ്റ് വോളറ്റൈൽ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടാതെ US ക്രൂഡിൻ്റെ വില 0.4% ഇടിഞ്ഞ് $73.89 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയത് ഇന്ത്യൻ മാർക്കറ്റിന് അനുകൂലമായ ഒരു ന്യൂസാണ്. അതേസമയം US ട്രഷറി ഈൽഡിൽ ചെറിയൊരു വർധന ഉണ്ടായിട്ടുണ്ട്. 3.83%-ൽ നിന്നും 3.89%-ലേക്ക് ട്രഷറി ഈൽഡ് ഉയർന്നു. പക്ഷേ US ട്രഷറി ഈൽഡ് 4%-ന് താഴെ നിൽക്കുന്നത് ഇന്ത്യ പോലുള്ള മാർക്കറ്റുകൾക്ക് അനുകൂലമാണ്. കഴിഞ്ഞ ദിവസം ഡോ ജോൺസ് എന്ന ഇൻഡെക്സ് 0.87%-വും നാസ്ഡാക്ക് 1.26%-വും ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ഇനി ഇന്നത്തെ ദിവസം സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് MOIL. MOIL ഒരു PSU കമ്പനിയാണ്. കമ്പനി പ്രധാനമായും മാംഗനീസ് ഓർ മൈനിങ് നടത്തുന്നു. കമ്പനിയുടെ ഡിസംബർ മാസത്തെ പ്രൊഡക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. 2019 ഏറ്റവും ഉയർന്ന പ്രൊഡക്ഷനിൽ നിന്നും 26% ഉയർന്ന പ്രൊഡക്ഷനാണ് 2023 കറണ്ട് ഇയറിൽ കമ്പനി നടത്തിയത്. 16 ലക്ഷം ടണ്ണിൻ്റെ മാംഗനീസ് ഓർ പ്രൊഡക്ഷൻ കമ്പനി നടത്തി. കൂടാതെ ഇന്ന് നമ്മൾക്ക് ബാറ്റ ഇന്ത്യ എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാം. ബാറ്റ ഇന്ത്യ എന്ന കമ്പനിയുടെ റീറ്റെയിൽ ആൻഡ് ഫ്രാഞ്ചൈസി ഓപ്പറേഷണൽ ഹെഡായ പങ്കജ് ഗുപ്ത കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ സ്റ്റോക്കിനെ ഈ ന്യൂസ് നെഗറ്റീവായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. GMR എയർപോർട്ട് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്റ്റോക്കിനെയാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ സ്റ്റോക്ക്. GMR എയർപോർട്ട് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനി നാഷണൽ ഇൻവെസ്റ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുമായി ചേർന്ന് ആന്ധ്രാപ്രദേശിലെ ഒരു എയർപോർട്ടിൽ 675 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോവുകയാണ്. ഇവിടെ ഗോവ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിന് ശേഷം ഈ കമ്പനി നടത്തുന്ന രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതുകൊണ്ട് GMR എയർപോർട്ട് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കാം. നാലാമത്തെ സ്റ്റോക്ക് സുസുലോൺ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 37.25 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്കിൽ 5% റാലി കാണാൻ സാധിച്ചു. റാലിക്ക് പിന്നിലെ പ്രധാന കാരണം KP ഗ്രൂപ്പിൻ്റെ സൈഡിൽ നിന്നും 193 മെഗാവാട്ട് വിൻഡ് എനർജി ജനറേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചതുകൊണ്ടാണ്. ഇതിനുവേണ്ടി 2.1 മെഗാവാട്ട് ശേഷിയുള്ള 92 വിൻഡ് ടർബൈൻസ് അല്ലെങ്കിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ഈ 193.2 മെഗാവാട്ട് എനർജി ഉപയോഗിച്ച് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ എനർജി ഉപയോഗിച്ച് 1.25 ലക്ഷം വീടുകൾക്ക് വൈദ്യുതി നൽകാൻ സാധിക്കും. കൂടാതെ 4.96 ലക്ഷം ടൺ കാർബൺ എമിഷൻ കുറയ്ക്കാനും സാധിക്കും. ഓവറാൾ ഇത് സുസുലോൺ എനർജി എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കൂടാതെ KP ഗ്രൂപ്പിൻ്റെ സൈഡിൽ നിന്നും കമ്പനിക്ക് ലഭിക്കുന്ന ഒരു റിപ്പീറ്റഡ് ഓർഡർ കൂടിയാണ്. 2050 ഇന്ത്യയുടെ നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന ടാർഗറ്റിലേക്ക് ഇന്ത്യയെ നയിക്കാൻ കേപ്പബിലിറ്റിയുള്ള ഒരു കമ്പനിയാണ് സുസുലോൺ എനർജി എന്ന സ്റ്റോക്കും. സുസുലോൺ എനർജി എന്ന കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 13% സ്റ്റേക്ക് ഹോൾഡിംഗ് മാത്രമേ ഉള്ളൂ. ഇനി ഈ സ്റ്റോക്കിനെ കുറിച്ച് വിവിധ അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ പരിശോധിക്കാം. സുസുലോൺ എനർജിയുടെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ നോക്കിയാൽ 33 രൂപയുടെ സപ്പോർട്ടും 40 രൂപയുടെ റെസിസ്റ്റൻസുമാണ് സ്റ്റോക്കിനുള്ളത്. പല അനലിസ്റ്റുകളും പറയുന്നത് സ്റ്റോക്ക് 30-നും 40-നും ഇടയിൽ കൺസോൾഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് രീതിയിൽ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണുള്ളത്. അതുകൊണ്ട് റിസ്ക് ടു റിവാർഡ് റേഷ്യോ അത്ര ഫേവറബിൾ അല്ല. എന്നിരുന്നാലും 33 എന്ന സപ്പോർട്ട് സ്റ്റോക്ക് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ 27.50 രൂപ എന്ന ലെവലിലേക്ക് ഇടിയാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്